ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും വെൽക്കം. ഞാനിവിടെ സുഖമായിരിക്കുന്നു, നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ തമ്മിൽ കണ്ട പോലെ ഞാൻ ഇന്നൊരു ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന പറയുമ്പോഴത്തേക്കും ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇതിനു മുമ്പ് ഞാനിത് എങ്ങനെയാണെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ വരും, നമ്മുടെ ഫേസിൽ ആ സെറം അബ്സോർവ് ആകുമ്പോഴത്തേക്കും ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ എനിക്ക് ഇതുവരെ യൂസ് ചെയ്യാനൊരു ടൈം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു കള്ളത്തരമായി പോകും. കാരണം എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഞാൻ അതിൻ്റെ പുറകെ ഞാനിങ്ങനെ പോയത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനൊരു മൈൻഡ് വന്നത് ഇപ്പോഴാണ്. അപ്പം ഞാൻ 2 ഷീറ്റ് മാസ്ക് മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ആദ്യം ഫസ്റ്റിലെ യൂസ് ചെയ്യുന്നില്ലേ, അപ്പം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്കിനി വാങ്ങാമെന്ന് ഓർത്തിട്ടാണ്. അപ്പം ഞാൻ 2 സെറത്തിൻ്റെ മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം നയാസിനമാഡിൻ്റെ മേടിച്ചിട്ടുണ്ട്, ഒരെണ്ണം വൈറ്റമിൻ സിയുടെയും മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നിയർലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന സെറവും കാര്യങ്ങളും എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ആദ്യം എന്നാൽ വൈറ്റമിൻ സിയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ എൻ്റെ ഫേസിൽ നല്ല ഫേഷ്യൽ ഹെയർസ് ഉണ്ട് കേട്ടോ. ഫേഷ്യൽ ഹെയർസ് നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല, എൻ്റെ ഫേസിൽ നല്ല ഫേഷ്യൽ ഹെയർസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫേഷ്യൽ ഹെയർസ് ഉള്ള ടൈമിൽ നമ്മൾ ഫേസിൽ എന്ത് ചെയ്താലും ഭയങ്കര പാടായിരിക്കും, അത് അബ്സോർബ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അത് മാത്രമല്ല, നമുക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി മേക്കപ്പ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ള മോയ്സ്ചറൈസറോ സൺസ്ക്രീമോ എന്ത് തന്നെ യൂസ് ചെയ്താലും നമ്മുടെ ഫേസിലൊരു എന്ത് പറയുന്നത് പെട്ടെന്ന് അബ്സോർബ് ആവത്തില്ല, ഒരു വൈറ്റ് കാസ്റ്റ് പോലെ. ഇത് ഇവിടെ നല്ല നമുക്ക് അറിയാൻ പറ്റും. ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ 2 വീക്സിനപ്പുറം നമ്മുടെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നവർക്കാണെങ്കിൽ മനസ്സിലാകും. നമ്മളത് വളർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ആ ഒരു ഡാർക്ക്നെസ് വരും, ചെറുതായിട്ടൊരു ഡാർക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്താണ് ഞാനിത് മോസ്റ്റ്ലി ഇത് റിമൂവ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ഓർത്തു എന്നാലും ഫേഷ്യൽ ഹെയർസ് ഉണ്ട്, അപ്പം അത് ഇടുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, ചെയ്യുന്നത് എന്താണെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമല്ലോ എന്ന് ഓർത്തിട്ട് സംസാരിച്ചിട്ട് എനിക്ക് എന്താണൊക്കെ വരുന്നത് ഓക്കെ. അപ്പം ഒരു ബെനിഫിറ്റ് വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വിചാരിച്ചെന്താ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഒന്ന് റിമൂവ് ചെയ്യാം. ഞാൻ ഓർത്ത് ആദ്യം വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാം. പിന്നെ ഓർത്ത് വേണ്ട, ഞാൻ കാണിച്ചുകൊണ്ട് തന്നെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാം. ഇത് ക്യാമറയുടെ ഉപയോഗിച്ച് എനിക്ക് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്തതൊക്കെ എങ്ങനെ ആവും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ നമുക്ക് വീഡിയോയിൽ വരുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക. എങ്ങനെയാണോ എന്നാലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു കറക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ കോലം കണ്ടിട്ടൊന്നും പേടിക്കണ്ട, കാരണം ഞാൻ പുറത്തു വിട്ട് വന്ന പാടെ ജസ്റ്റ് മുടിയൊക്കെ എടുത്ത് കെട്ടി വെച്ചതാണ്, പക്ഷെ എല്ലാം പോയി. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ ഓക്കെ. ഞാനപ്പം സത്യം പറഞ്ഞാൽ ഇനി ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് എൻ്റെ ഫോൺ ഓഫായിപ്പോയി. ആ ഫോൺ ഓഫായിപ്പോയി ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം പറഞ്ഞത് ആ വീഡിയോ ഓൺ ആയില്ലെന്ന്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മളത് അതിജീവിക്കുക, അതേ ഉള്ളൂ. അപ്പം എനിക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഞാൻ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്ത് ഓൾമോസ്റ്റ് എൻ്റെ ഫേസ് നേരത്തേലും കുറച്ചുകൂടി ബ്രൈറ്റായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ഇവിടുത്തേക്ക് ഹെയർസ് പോയി, ഇവിടത്തേക്ക് പോയി, ഇപ്പോൾ കുറച്ച് ബ്രൈറ്റായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഫേസിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, മോയ്സ്ചറൈസറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ നല്ലപോലെ ഫേസ് വാഷ് ചെയ്തു. ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മാസ്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ സംഭവം കാണുന്നത് കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു കടയിൽ പോയപ്പോൾ ഞാൻ ഇത് കണ്ടായിരുന്നു, പക്ഷെ അപ്പം എനിക്ക് മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ ഡ്രസ്സ് എടുക്കാൻ പോയായിരുന്നു. ആ ടൈമിലാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഇതൊന്നും എനിക്കറിയത്തില്ല, യൂസ് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഓക്കെ, ഇതിന് റേറ്റ് വന്നിട്ട് 50 റുപ്പീസ് എന്തോ ഉള്ളൂ കേട്ടോ, ഭയങ്കര അഫോർഡബിൾ ആണ്. ഇത് എത്രത്തോളം ഈ 50 റുപ്പീസിലുള്ള സാധനം ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. നോക്കാം എന്തായാലും, ഫേസ് മുഖത്തൊന്നും വരായിരുന്നോ മതിയായിരുന്നല്ലോ, ഒന്ന് വരുത്തില്ലായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്കിത് ആരംഭിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് സംഭവം പറ്റും. ഞാൻ വൈറ്റമിൻ സിയുടെ ഒരു നയാസിനമാഡിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൈറ്റമിൻ സി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വൈറ്റമിൻ സി മാത്രം ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. ഈവൻ സ്കിൻ ടോൺ
ഹെൽത്തി ഗ്ലോ ഹൈഡ്രേഷനൊക്കെ തരുമെന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താകുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഇങ്ങനെയാണെന്ന് തോന്നുന്നു പൊട്ടിക്കുന്നത്. എന്ത് വേണം, ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. പൊട്ടിച്ചതിനൊക്കെ പൊട്ടിച്ചു. പൊട്ടിക്കുമ്പോഴത്തേക്കും എനിക്ക് വരുന്ന സ്മെൽ എന്തേനാന്നറിയോ, നമ്മുടെ വൈപ്പില്ലേ, ഒരു ഓറഞ്ചിന്റെ ഒക്കെ അത് തന്നെ, നമ്മുടെ ഓറഞ്ച് വൈപ്പിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. കൊള്ളാം, സ്മെല്ലുള്ള സ്മെല്ലുള്ള. ഞാൻ ഇങ്ങനെ ഈ സാധനം കൊച്ചുള്ളവരെ കുത്തിവെച്ചല്ല കേട്ടാ, മുടി ഫ്രണ്ടിലോട്ട് വന്ന് വെറുതെ ഷോ ആകണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ കുത്തിവെച്ചതാണ് 2 സ്ലൈഡ്. നമുക്കിത് നോക്കാം. ഇത് ഫുള്ളി മറ്റേ സെറത്തി കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്തുവാ ഇത്? ഇതെന്താ ഓപ്പൺ ആകുന്നില്ല, കയ്യിൽ ഫുള്ളായി. കീറിപ്പോയിരുന്നു അതിരുന്നു. ഇതെങ്ങനെയാ ഇത് ഓപ്പൺ ആക്കുന്നത്? കണ്ണൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഓഡിയബിൾ ആണോന്ന് അറിയത്തില്ല കേട്ടോ, എൻ്റെ മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കറക്റ്റ് വോയിസ് കറക്റ്റായിട്ടാണോ കേൾക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ രണ്ടാമത് കേട്ട് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഇല്ലാത്തതൊക്കെയാണ് ഫീൽ ചെയ്തത്. നോക്കാം എന്തായാലും. തുറന്നു രാത്രി അക്ക വരുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കണത് കൊണ്ട് പേടിപ്പിക്കണം. എന്തൊക്കെയുണ്ട് കേട്ടോ, എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് പേടി വരുന്നു. ഹൈ, നമുക്ക് നോക്കാം കേട്ടോ ഉണ്ടാവും. അയ്യോ, നല്ല സുഖം. സംഭവം കൊള്ളാണ്ട് എനിക്ക് നല്ല സുഖം, നല്ല തണുപ്പൊക്കെ ഉണ്ട്. എന്റെ ഫേസിനകത്തെല്ലാം ചുണ്ടത്തടക്കുന്ന അവന്റെ കണ്ണ്. ഞാൻ അവതരിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ ആവുന്നുണ്ടെന്ന് അറിഞ്ഞത് എന്റെ ഫേസിലിനി ഓക്കെ ആകാനിട്ടാണോ, അതെനിക്കിത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വെക്കട്ടെ എന്ന് അറിയാനിട്ടാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സംഭവം കൊള്ളാം, നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട് കേട്ടോ. മൂക്കിരിക്കുന്നുണ്ടോ? കൊള്ളാം എന്ന് തോന്നുന്നു. നല്ല രീതിയിൽ സെറുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഇതായതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. റിസൾട്ട് വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് നമ്മുടെ സത്യത്തിൽ വൈറ്റമിൻ സിയുടെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്നറിയാവോ, ഇതുണ്ട് സെറമാണോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന 30 ml സെറം ഉണ്ടെന്നാണ്. എനിക്ക് എല്ലാവരും സെറം ഉണ്ട് കേട്ടോ. അയ്യോ പോകുന്നു. ഇതിനകത്ത് വേറെ സെറം ഉണ്ട്. നല്ല ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, സത്യമായിട്ട് നല്ല തണുപ്പുണ്ട്. എങ്ങനെ ചുണ്ടാണോ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്താണ് ഇത്? ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര മിനിറ്റ് വെക്കുന്നു? ഇത് എത്ര മിനിറ്റ് വെക്കാൻ അറിയത്തില്ലല്ലോ. 15 to 20 minutes ആണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ എത്ര മണിയായി? അടിച്ചുപോയി, വാച്ച് ഓഫ് ആയി. 8:35 അപ്പൊ നമുക്കൊരു 8:45 8:50 റിമൂവ് ചെയ്യാം. അപ്പൊ ജെന്റ്ലി മസാജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മൂക്കുത്തി, എന്റെ പിരി ഇത് കണ്ടു, എന്റെ മൊത്തം പ്രേതത്തിനെ പോലെ ഉണ്ടല്ലേ. പക്ഷെ എനിക്ക് എന്തൊക്കെ ഒരു കൊള്ളാം എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ അങ്ങോട്ട് തേച്ച് കൊടുക്കാറുണ്ടല്ലേ. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും നമ്മുടെ ഫേസിൽ മാത്രമല്ല നെക്കിൽ അപ്ലൈ ചെയ്യണം. പക്ഷെ ഇത് നെക്കിൽ അപ്ലൈ മാത്രമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ആ സാധനങ്ങളൊക്കെ കൂടി ഞാൻ തിരിച്ചു വന്ന് ലിക്വിഡ് എല്ലാം കൂടി വെച്ച് തേച്ച് കൊടുത്തതേ ഉള്ളൂ. കറക്റ്റായിട്ട് വോയിസ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പതുക്കെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് ഒച്ചയിട്ട് പോകാനും പറ്റത്തില്ല റൂമിൽ. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ മൈക്ക് ഉടനെ മേടിക്കുന്നതായിരിക്കും. എന്നെ പോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബില്ലോ.
ഞാൻ ഈ വക സംഭവങ്ങളൊന്നും അങ്ങനെ മേടിച്ച് ചെയ്യാറില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം ഫേസിൽ ഒരു സ്കിൻ കെയർ പോയിട്ടൊരു പുല്ല് ഞാൻ തെറ്റിപ്പോയി സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അതല്ലാതെ ഞാനിപ്പോൾ ഹോം റെമഡീസും കാര്യങ്ങളൊന്നും കല്യാണത്തിന് മുന്നേ ഞാൻ ഒരുപാടൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് സമയം കിട്ടുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ എല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം ഫേസ് പിന്നെയും ഡള്ളായി വരുന്നുണ്ട്. സ്കിൻ ടോൺ എനിക്ക് കുഴപ്പമില്ല, ഞാൻ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് സ്കിൻ ടോൺ എൻ്റെ മെയിൻറ്റെയിൻ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഫേസിലൊരു ഡ്രൈ ആവുന്നുണ്ട് വീണ്ടും എൻ്റെ ഫേസ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് കോങ്കണ്ണായിട്ടല്ല കേട്ടോ, ഞാൻ കണ്ണാടിയോടെ പറഞ്ഞ ഞാൻ കണ്ണാടി നോക്കിയിട്ട് ആക്കിയത്. ഇനി അറിയാവുന്നവരൊക്കെ വന്നിട്ട് താഴെ നിന്നിട്ട് കോങ്കണ്ണാണോ എന്താ അവിടെ നോക്കുന്നത്, ഇവിടെ പറഞ്ഞിട്ട് അവിടെ നോക്കുന്നതെന്ന് പറയരുത്. അതുകൊണ്ടാണ് എന്താണ് സംഭവം നമുക്ക് നോക്കാം കേട്ടോ, നോക്കാം എന്തെങ്കിലുമൊക്കെ ആകും. അപ്പം സമയം അങ്ങോട്ട് നീങ്ങുന്നില്ല, അതിന് ഞാൻ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. സമയം 9 മണിയായിട്ടുണ്ട്. 20 മിനിറ്റ് വെക്കാൻ കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഇതിൻ്റെ സംഭവമൊക്കെ ഇളകി വരുന്നുണ്ട്, അതിൻ്റെ ആ സെർവൊക്കെ വിട്ടിട്ടുണ്ട് നല്ലപോലെ. അപ്പൊ നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്ന് നോക്കാമല്ലോ. നമ്മുടെ നേരത്തെ കണക്കാണ് ഇപ്പോഴത്തെ കണക്കാണ്, നേരത്തെ എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് എന്താണ് തോന്നുന്നു കേട്ടോ. നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം. റിമൂവ് ചെയ്യാനേ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഫേസിൽ വ്യത്യാസമുണ്ടോ? ഇതിനകത്ത് ഇപ്പോഴും അത് ഇതായിട്ടില്ല കേട്ടോ, ഡ്രൈ ആയിട്ടില്ല. ഈ പോർഷൻസിലൊക്കെ നല്ലപോലെ സെറം ഉണ്ട് ഇപ്പോഴും. ഓക്കെ, എനിക്ക് ആക്ച്വലി ഒരു മോയ്സ്ചറൈസ് ആയത് കണക്കുണ്ട്, ഒരു ചെറിയൊരു ഗ്ലോയും ഉണ്ട്. വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യത്തിൽ നല്ലപോലെ മനസ്സിലാവുന്നില്ല. കാരണം ഒരു ഗ്ലോ ഉണ്ട് ഫേസിന്, നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഫ്രേഗ്രൻസ് കിഡിലാണ് കേട്ടോ, കിഡിലും ഫ്രേഗ്രൻസ് ആണ്. ഫ്രേഗ്രൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാം. കാരണം വേറൊന്നുമല്ല, ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ഫേസിൽ. എനിക്ക് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാം കേട്ടോ, എനിക്ക് കറക്റ്റ് ഇതിനകത്ത് നോക്കുമ്പോൾ കറക്റ്റ് അറിയുന്നില്ല. കുഴപ്പമില്ല. മറ്റേ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് നമുക്ക് ആ ഒരു ചെറിയൊരു ഗ്ലോ വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ്. അപ്പം ഒരുപാട് വലിച്ച് നീട്ടിച്ചളാക്കി കൊളാക്കി ഞാൻ കൊണ്ടുവന്നില്ല വീഡിയോ. ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് നിറച്ച് നല്ലൊരു ഗ്ലോ, ചെറിയൊരു ഗ്ലോ, ഒരു ഭീകര ബ്രൈറ്റ്നെസ് അല്ല, ചെറിയൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയുന്ന ഫേസ് നല്ല പ്ലം ലുക്കായി കണ്ടോ, നല്ല ഉണ്ടോ. നേരത്തെ ആ ഒരു ഡ്രൈനെസ്സും കാര്യം നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നടക്കുന്നുണ്ട് ഫേസ്. പിന്നെ ഇതിൻ്റെ ഫ്രേഗ്രൻസ് പറയാതിരിക്കാൻ വയ്യ, കിട്ടില്ല. അപ്പം ഫേസ് മാസ്ക് കൊള്ളാം. പക്ഷേ ഞാൻ എല്ലാവരും ഈ സ്റ്റുഡിയോയിൽ മേടിച്ച് യൂസ് ചെയ്യുന്ന ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം ഇനിയും കുറച്ചുകൂടി നല്ല പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഉണ്ട്. ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അഫോർഡബിൾ ആയിട്ട് ഞാൻ ഫസ്റ്റിലെ ട്രൈ ചെയ്ത് നോക്കുന്നത് കൊണ്ട് ഇതൊരു സാധനം യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. എനിക്കെന്തായാലും ഇത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നിയാസിനമൈഡിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് ഇനി യൂസ് ചെയ്തിട്ട് പറയാം. മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസെല്ലാം നിയാസിനമൈഡിൻ്റെയാണ്. വൈറ്റമിൻ സിയുടെ ഞാൻ വൈറ്റമിൻ സി എനിക്ക് ഏറ്റവും ഇഷ്ടമായതുകൊണ്ട് ഞാൻ വൈറ്റമിൻ സി എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പം വേണ്ടവർ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. വെറും 50 റുപ്പീസേ ഉള്ളൂ. ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റാർട്ടിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റെത്. കാരണം എനിക്ക് എന്ത് വെച്ചാലും എന്ത് ഇതാക്കിയാലും എൻ്റെ ഫേസിൽ നല്ലപോലെ റിയാക്ഷൻ ഉണ്ടാകും, നല്ല ഡ്രൈ ആകും, അല്ലെങ്കിൽ കുറേ റാഷസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഇട്ടപ്പോഴാണെങ്കിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഓക്കെ, ടീക്ക് പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കണമെന്നുള്ളവർക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് വരെ until then, bye bye.